ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഞാൻ ഡോക്ടർ ഐശ്വര്യ. സ്ഥിരമായി ലേറ്റ് നൈറ്റ് ഡിന്നർ ശീലമുള്ളവരാണോ നിങ്ങൾ? അത്താഴം രാത്രിയിൽ എപ്പോൾ കഴിക്കണം? 7 മണിക്കുള്ളിൽ കഴിച്ചു തീർക്കണമെന്ന് പഠനങ്ങൾ പറയുന്നു. എന്താവാൻ കാരണം? നോക്കിയാലോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് സർക്കാഡിയൻ ക്ലോക്ക് അഥവാ ബയോളജിക്കൽ ക്ലോക്ക്? നമ്മൾ ഉറങ്ങുന്നതും ഉണരുന്നതും തുടങ്ങി എല്ലാ ആന്തരിക പ്രക്രിയകളെയും നിയന്ത്രിക്കുന്നതിന് ശരീരത്തിന് സ്വന്തമായൊരു താളക്രമമുണ്ട്. രാത്രികാല ഭക്ഷണം വൈകുമ്പോൾ ഈ ബയോളജിക്കൽ ക്ലോക്കിനെ തകരാറിലാക്കുന്നത് എങ്ങനെയാണ്? സർക്കാഡിയൻ ക്ലോക്കിൻ്റെ റിതം അനുസരിച്ച് പകൽ സമയത്ത് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനും രാത്രി സമയത്ത് വേണ്ട വിധം റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി ശരീരത്തെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഡീടോക്സിഫിക്കേഷനും സെൽസിനെ റീബിൽഡ് ചെയ്യുന്നതിനും ഒരു സ്ട്രെസ്ഫുൾ ഡേ പ്രഷറിൽ നിന്നും റിക്കവറി ചെയ്യുന്നതിനും അടുത്ത ഒരു ഫ്രഷ് ഡേയിലേക്ക് വേണ്ട മുഴുവൻ എനർജി ഉണ്ടാക്കുന്നതിനും വേണ്ടി ഈ രാത്രിയിലെ റെസ്റ്റിംഗ് അവേഴ്സാണ് ബോഡി യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു റിക്കവറി ടൈം ബോഡിക്ക് കിട്ടാതെ വരുമ്പോൾ അത് നമ്മുടെ സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് നാഡീവ്യൂഹങ്ങളെ പ്രവർത്തനത്തിന് സാരമായി ബാധിക്കുന്നു. ഇനി എന്താണ് ഗ്രേലിൻ, എന്താണ് ലെപ്റ്റിൻ? നമ്മുടെ ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രേലിൻ എന്ന ഹങ്കർ ഹോർമോൺ, അതാണ് ഹൈപ്പോതലാമസിന് സിഗ്നൽസ് കൊടുത്ത് നമുക്ക് വിശപ്പ് എന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കുന്നത്. ഗ്രേലിൻ യൂഷ്വലി രാത്രി സമയം ആക്റ്റീവ് ആയിരിക്കില്ല. അതുപോലെ അഡിപ്പോസ് ടിഷ്യൂസിൽ നിന്ന് വരുന്ന ലെപ്റ്റിൻ എന്ന ഒബീസ് പ്രോട്ടീൻ ഹങ്കറിനെ സപ്രസ് ചെയ്യും. രാത്രി ഉറങ്ങുമ്പോൾ ലെപ്റ്റിൻ കൂടിയിരിക്കും. എന്നാൽ രാത്രി ഉറങ്ങാതിരിക്കുകയും ലേറ്റായി ഫുഡ് കഴിക്കുകയും ചെയ്യുന്നവരിൽ ഈ ഗ്രേലിൻ കൂടുതൽ ആക്റ്റീവ് ആവുകയും ലെപ്റ്റിൻ കുറയുകയും ചെയ്യുന്നു. ഇതുവഴി രാത്രി വിശപ്പ് കൂടും, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ലാക്ക് ഓഫ് എനർജി ഫീൽ ചെയ്യും, എണീറ്റുവിടാൻ വിശപ്പ് കൂടുതലുള്ള ഒരു അവസ്ഥയും വരാം. മാത്രമല്ല ഫുഡ് കഴിക്കുമ്പോഴുള്ള തെർമോജനസിസ് വഴി ശരീര താപനില ഉയരാം. നിങ്ങൾക്ക് ആസിഡിറ്റി പ്രോബ്ലംസും ഉണ്ടാവാം. പൊതുവെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് കുറഞ്ഞ ഈ സമയത്ത് കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിന് മുന്നേ നമ്മൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഇൻഡൈജഷൻ ഉണ്ടാവുന്നു. പിന്നെ ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും പ്രത്യേകിച്ച് ഒരു കുഴപ്പവും വരില്ല. അതിൽ നിന്ന് കിട്ടുന്ന കാലറീസ് ആ ദിവസത്തെ ആക്ടിവിറ്റീസിന് വേണ്ടി ബോഡി യൂട്ടിലൈസ് ചെയ്യും. എന്നാൽ രാത്രിയിൽ ഒരു ഹെവി മീൽ കഴിക്കുമ്പോൾ ബോഡിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ വരുന്നതിനാൽ അത് സ്റ്റോർഡ് ഫാറ്റായിട്ട് മാറി അമിതവണ്ണവും കുടവയറും ഉണ്ടാവാൻ സാധ്യത ഏറെയാണ്. കൂടാതെ ഇങ്ങനെയുള്ളവരിൽ മെറ്റബോളിക് സിൻഡ്രോം കൂടുതലായി കാണുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. സാധാരണയായി നമ്മുടെ ഗുഡ് ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെ ഹെൽപ്പ് ചെയ്യുന്ന മെലറ്റോണിൻ എന്ന ഹോർമോൺ കൂടുതലായി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് 7 to 9 PM ഇടയ്ക്കാണ്. രാത്രി ഭക്ഷണം ശീലമാക്കിയവരിൽ മെലറ്റോണിൻ പ്രൊഡക്ഷൻ രാത്രിയിൽ ക്രമാതീതമായി കുറയുകയും ഫുഡ് ധാരാളം കഴിക്കുന്നത് കൊണ്ട് ഇൻസുലിൻ്റെ അളവ് കൂടുന്നതിനാൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു. അതുപോലെ ലിവറിൽ സ്റ്റോർഡ് ഫാറ്റ് കൂടുന്നു. ഫാറ്റ് ലോസ് അഥവാ ലൈപ്പോലൈസിസ് നടക്കാതെ വരുന്നു. ലിവറിൽ നടക്കേണ്ട ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ പോലെ ഇന്ന് ധാരാളമായി കാണുന്ന രോഗാവസ്ഥകളിലേക്ക് പോവാം. കൂടാതെ ഒബിസിറ്റി, ഹോർമോണൽ പ്രോബ്ലംസ്, സ്ത്രീകളിൽ ആർത്തവ തകരാറുകൾ, ആങ്സൈറ്റി, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, മെറ്റബോളിക് ഡിസീസസ് തുടങ്ങി വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോയേക്കാം. ഇനി എന്ത് കഴിക്കണം രാത്രിയിൽ? കാർബോഹൈഡ്രേറ്റ്സ് കുറഞ്ഞ ഭക്ഷണം കഴിക്കാം. ചോറ്, ഷുഗർ, മറ്റ് മധുര പലഹാരങ്ങൾ, ഓയിലി ഫുഡ്സ്, ഫാറ്റി ഫുഡ്സ്, ജങ്ക് ഫുഡ്സ് ഇതെല്ലാം ഒഴിവാക്കുക. മില്ലറ്റ്സ് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ ഈറ്റ് യുവർ ഡിന്നർ ആസ് ഏർലി ആസ് പോസിബിൾ, ആസ് ലൈറ്റ് ആസ് പോസിബിൾ. താങ്ക് യു ഫ്രം ഡോക്ടർ ഐശ്വര്യ.